السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. ങ്ങളും നിഖ്മത്തുകൾ ശിക്ഷകളും നൽകുന്ന കാര്യം അള്ളാഹു മാത്രം ചെയ്യുന്നതാണ് എന്നാ പഠിപ്പിക്കുന്നത്. വലഇൻ അർസൽനാ റീഹൻ, റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റിനാണ് റീഹ് എന്ന് പറയാം. വാസന എന്നതിനും റീഹ് എന്ന് പറയും. റീഹുൻ ത്വയ്യിബ, നല്ല വാസന എന്ന് പറയാറുണ്ട്. അപ്പോൾ വലഇൻ അർസൽനാ റീഹൻ, നാം
കാറ്റിനെ അയച്ചാൽ ഫറഔഹു, അങ്ങനെ അവർ അതിനെ കാണുന്നു മുസ്ഫറൻ. ആ കൃഷികളെ പറ്റിയാണ് പറയുന്നത്. ഫറഔഹു മുസ്ഫറൻ, അപ്പോൾ ആ കൃഷികളൊക്കെ മുസ്ഫറായിട്ട് മഞ്ഞ പിടിച്ചതായിട്ട് കാണുന്നു. പിന്നെ ഇസ്ഫറ എന്ന് പറഞ്ഞാൽ മഞ്ഞയായി, മഞ്ഞ നിറത്തിലായി. അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ്. അസ്ഫർ, സ്വാദ്, അലിഫ് സ്വാദ് ഫ. മുസ്ഫറൻ എന്ന് പറഞ്ഞാൽ കാറ്റ് പിടിച്ച് കൃഷികൾ മഞ്ഞയായി കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ കൃഷിയുടെ നാശത്തിൻ്റെ തുടക്കമാണ് ഇലകളുടെയും അതിൻ്റെ തണ്ടുകളുടെയും ഒക്കെ മഞ്ഞ നിറം. പിന്നീടത് ഉണങ്ങിപ്പോകലാണ്. അപ്പോൾ വലഇൻ അർസൽനാ റീഹൻ, നാം കാറ്റിനെ അയച്ചാൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാറ്റ്. ആദ്യത്തെ കാറ്റിനെ അയച്ചപ്പോൾ അത് തണുത്ത കാറ്റായി മേഘത്തിൻ്റെ പല ഭാഗത്തും വിന്യസിച്ചു മഴ തന്നു. അപ്പോൾ നമ്മൾ ഇദാഹും യസ്തബ്ശിറൂൻ, ആളുകൾ സന്തോഷിക്കുന്നു. എന്നാൽ വലഇൻ അർസൽനാ റീഹൻ, വേറെ തരത്തിലുള്ള ഒരു കാറ്റിനെ നാം അയച്ചപ്പോൾ ഫറഔഹു മുസ്ഫറൻ, അപ്പോൾ അതിനെ അവർ കാണുന്നത്, ആ കൃഷി വസ്തുക്കളെയൊക്കെ കാണുന്നത് മുസ്ഫറായിട്ടാണ്, മഞ്ഞളിച്ചതായിട്ടാണ്. ആ സഫ്രാ, ഇന്നഹാ ബഖറത്തുൻ സഫ്രാ ഫാഖിഉൽ ലൗനുഹാ തസുറുൻ നാദിരീൻ. സൂറത്ത് ബഖറയിൽ ബനി ഇസ്രായേൽക്കാരോട് അറുക്കാൻ വേണ്ടി, പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ ഏത് തരം പശുവാണ് എന്ന് ചോദിച്ച് പല ചോദ്യങ്ങളും ചോദിച്ച് അവസാനം അള്ള പറഞ്ഞു മഞ്ഞപ്പശുവായിരിക്കണം എന്ന്. അപ്പോൾ അന്ന് മഞ്ഞപ്പശു ഉണ്ടായിരിക്കും. നമ്മളെ നാട്ടിൽ ഇന്ന് ചുവപ്പും കറുപ്പും വെളുപ്പൊക്കെ പശുവിനെ കാണാറുള്ളൂ. അന്ന് മഞ്ഞ നിറമുള്ളത് ഉണ്ടാവാം. അപ്പോൾ മഞ്ഞപ്പശുവായിരിക്കണം. അതാണ് അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞാന്ന്. അസ്ഫർ. മുസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞളിച്ച വസ്തുക്കൾ മഞ്ഞളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പിന്നെ അങ്ങനെ ഉണങ്ങിപ്പോകാറാവുന്ന അവസ്ഥയ്ക്കാണ് മഞ്ഞ നിറമാകുക എന്ന് പറയാം, ഉണക്കത്തിൻ്റെ മുമ്പുള്ള. ഫറഅഹു മുസ്ഫറൻ, അതാ ഖദ് തദാഅ ഇല തലഫീന, നാശത്തിലേക്ക് അടുത്തു വരുന്ന ഒരവസ്ഥ. അതും കാറ്റുകൊണ്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരു കാറ്റടിച്ചാൽ ആകെ കൃഷിയൊക്കെ നശിച്ച് തെങ്ങിൻ്റെ പട്ടകളൊക്കെ ഉണങ്ങി മഞ്ഞയായി, പിന്നാണ്ട് ഉണങ്ങി പിന്നെ വീണുപോകും. അല്ലെങ്കിൽ നെല്ലൊക്കെ മഞ്ഞയായി ഉണങ്ങിപ്പോകും. അതാണ്. അങ്ങനെ വന്നാൽ ലല്ലൂ മിൻ ബഅദിഹി, അതിനുശേഷം അവർ ആയിത്തീരുന്നു. ലല്ല എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. അങ്ങനെ കാറ്റ് കൊണ്ട് നമ്മളെ കൃഷികളൊക്കെ മഞ്ഞയായി കഴിഞ്ഞാൽ, വസ്തുക്കൾ മഞ്ഞയായി കഴിഞ്ഞാൽ ലല്ലൂ മിൻ ബഅദിഹി യക്ഫുറൂൻ, അതിനുശേഷം അവർ നാശത്തിലായിത്തീരുന്നു, നിഷേധത്തിലായിത്തീരുന്നു. അവർ പടച്ചവനെ നിഷേധിക്കാൻ. അതായത് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ അത് അനുഭവിച്ച് സുഖിച്ച് സന്തോഷിക്കുകയും, അള്ളാഹു നിഗ്രഹങ്ങൾ തരുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. കൃഷിയെപ്പറ്റി പറയാൻ കാരണം അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വരുമാന മാർഗം കൃഷിയാണ്. ഒരു ചില ഭാഗങ്ങളിൽ ഗോതമ്പ്, പിന്നെ കാരക്ക, മുന്തിരിത്തോട്ടങ്ങൾ, അത്തി വൃക്ഷങ്ങൾ, അതുപോലെ സൈത്തൂൺ വൃക്ഷങ്ങൾ, അങ്ങനെ കൃഷിയാണ് അവരുടെ കാര്യമായ വരുമാന മാർഗം. ജസീറത്തുൽ അറബിൻ്റെ പല പ്രദേശങ്ങളിലും ഇപ്പോഴാണ് അവിടെ നിന്ന് കറുത്ത പൊന്നും ചുവന്ന പൊന്നും കുഴിച്ചെടുക്കൽ തുടങ്ങിയത്. പെട്രോ ഡോളറും ഒക്കെ ആയി ഉണ്ടായി കിട്ടിയത് ഇപ്പോഴാണ്. അന്ന് കാർഷിക വിളയാണ്. ഷാമിൻ്റെ ഭാഗങ്ങളിലൊക്കെ റുമ്മാന്, സൈത്തൂന്, തീന്, ഒത്തീനി വസൈത്തൂൻ എന്ന് പറയുന്ന തീൻ, അത്തി, സൈത്തൂൻ വൃക്ഷം, റുമ്മാൻ, ആ തരത്തിലുള്ള ഭാഗങ്ങളാണ്. ജസീറത്തുൽ അറബിൻ്റെ മരുഭൂപ്രദേശങ്ങളൊക്കെ, അവിടെ യമാമ പോലെയുള്ള പ്രദേശങ്ങളിൽ ഗോതമ്പ് വിളയിക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലും, ചോളവും ഗോതമ്പും. പിന്നെ കുറച്ചും കൊണ്ട് വന്നാൽ ഇങ്ങോട്ട് മക്ക മദീനയുടെ അടുത്ത് ഹിജാസിൻ്റെ ഭാഗത്തേക്ക് വരുംതോറും അവിടെ അധികവുമുള്ളത് ഈന്തപ്പഴങ്ങളാണ്, ഈന്തപ്പന മരങ്ങളാണ്. ഇനി അത് ഇറാഖിൻ്റെ ഭാഗത്തും മറ്റൊക്കെ വേറെയുണ്ട് ഈന്തപ്പന മരങ്ങൾ. അപ്പോൾ എപ്പോഴും കാറ്റ് വരുമ്പോൾ അവരുടെ വരുമാന മാർഗങ്ങൾ കൃഷിയാണല്ലോ. ഒന്നുകിൽ അത് പച്ചപ്പുണ്ടാകും, അപ്പോൾ അവർ സന്തോഷിക്കും. അതല്ലെങ്കിലോ മറ്റൊരു കാറ്റിന് അത് ഉണങ്ങിപ്പോകും. അപ്പോൾ ഇതാഹും അവരതാ ലല്ലൂ മിൻ ബഅദിഹി യക്ഫുറൂൻ, അവർ നിഷേധികളായി മാറുന്നു. അതായത് നന്ദി കെട്ടവരായി മാറുന്നു. ഇതുവരെ നിങ്ങൾക്ക് അല്ലാഹു തആല കൃഷിയും സന്തോഷങ്ങളൊക്കെ തന്നീലേ, അപ്പം നിങ്ങൾ നന്ദി ചെയ്തില്ല. ഇപ്പം നിങ്ങൾ
നിഷേധികളായി മാറുന്നു. അതാണ്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എന്നാ പറയുന്നു. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പഠിച്ചോൻ അതാക്കി ഇതാക്കി എന്നെ നശിപ്പിച്ചു എന്നുള്ളൊരു തോന്നൽ, എല്ലാം കിട്ടിയാൽ അള്ളാനെ മറന്ന് നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഒരു വിശ്വാസി വേണ്ടത്. അള്ളാഹു നമുക്ക് നിഅമത്ത് തന്നാൽ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ആ റഹ്മത്ത് നീ പറയണം, നാവുകൊണ്ട് പറയണം. നിൻ്റെ വസ്ത്രത്തിലും ആഹാരത്തിലും വീടുകളിലും നിൻ്റെ കൈകാര്യത്തിലൊക്കെ അള്ള തന്ന നിഅമത്ത് കാണിക്കലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. പഠിച്ചോൻ എനിക്ക് നിഅമത്ത് തന്നിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് തന്നിട്ടുണ്ട് എന്നത് അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി ശുക്രോടുകൂടി കാണിക്കലാണ് നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ പഠിച്ചോ ഒരുപാട് തന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ല, ആകെ നാശമാണ്, ഞാനൊരു ധനികനാണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു തരം മോശപ്പെട്ട ജീവിതം നയിക്കലല്ല. എന്നാലോ ആ നിഅമത്തിന് നന്ദി ചെയ്യുകയും അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പകരം അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അതുകൊണ്ട് നന്ദിയോടെ നിഅമത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അവിടെയാണ് നമ്മളുള്ളത്. എന്നാൽ അള്ളാഹു നിഅമത്ത് തന്നിട്ടില്ലെങ്കിലോ നമ്മൾ നിരാശരായി പോകാൻ പാടില്ല. ഇന്നഹു ലാ യയ്അസു മിൻ റഹ്മത്തില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവില്ല. നിരാശ എന്നൊന്ന് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, നിരാശ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും പ്രത്യാശ മാത്രമാണ്. അള്ളാഹു താല തരും, ഇപ്പം തന്നിട്ടില്ലെങ്കിൽ തരും എന്നുള്ള പ്രത്യാശയാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത്. അതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗിയായി ഒന്നിനും കഴിയാതെ എല്ലാം നശിച്ച് കുട്ടികളും കുടുംബങ്ങളും ഒക്കെ മരിച്ചുപോയി, തൻ്റെ സ്വത്തും മുതലൊക്കെ നശിച്ച് എല്ലാ പദവിയും അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാം നിരാശനാവാതെ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുറു വ അൻത അർഹമുർ റാഹിമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിനെ പറ്റി അള്ളാഹ് തരും എന്നുള്ള പ്രതീക്ഷയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ലാ തഖനതൂ മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റി നിരാശരാവരുത്. അത് പറയേണ്ടത് എപ്പോഴാണെന്നറിയോ? ഞാൻ എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ അത്ര മഹാപാപ്പിയാണ്, ഞാൻ പാപമേ ചെയ്തിട്ടുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അത്ര കൊള്ളാടത്തി, ഇത്ര നശിപ്പിച്ചു, ഇത്ര തോന്നിയാസങ്ങൾ, ഇന്ന തോന്നിയാസങ്ങളൊക്കെ ചെയ്തു, ഇനി ഞാൻ നന്നാവൂല എന്നുള്ളൊരു തോന്നൽ ഒരാൾക്കും ഉണ്ടാവരുത്. എന്താ കാരണം? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അമിതമായി തെറ്റുകുറ്റങ്ങൾ ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖനതൂ മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ആ റഹ്മത്ത് എന്താ? മഗ്ഫിറത്ത്, അള്ളാഹൊക്കെ പുറത്തു വരും. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമിയ, അള്ളാഹു എല്ലാ പാപവും പുറത്തു വരും. അപ്പം നമ്മൾ നിരാശരാവാതിരിക്കുക എന്നതാണ്, അതിനാണ് നമുക്ക് ഓരോ വെള്ളിയാഴ്ച അള്ളാഹ് അങ്ങനെ മാറി മാറി തരുന്നത്. ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും കൂടുതൽ പാപമോചനങ്ങളും കൂടുതൽ പാപങ്ങൾ മോചിക്കാൻ തരാനുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാനും ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് ഒരുപാട് പാപമോചനത്തിൻ്റെ ദിവസമായി നിശ്ചയിച്ചു. പിന്നെ ഈ വരാൻ പോകുന്നത് നോമ്പ്. ഇപ്പം റജബാണ്, അവസാനിക്കാൻ പോകുന്ന റജബ്. സൽക്കർമ്മങ്ങൾക്ക് എത്രയോ ഇരട്ടി പുണ്യം കിട്ടുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഏകദേശം 26 ഒക്കെ ആയി കഴിഞ്ഞു റജബിലാണ്. അപ്പോൾ നമ്മൾ ഓരോ സീസണുകൾ നമുക്കുണ്ട് പാപങ്ങൾ പൊറുക്കാനുള്ള. പിന്നെ നമുക്ക് നമ്മളെ ഒളു എടുത്താൽ പാപങ്ങൾ പൊറുക്കും, പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കും, നമ്മൾ ദാനധർമ്മങ്ങൾ കൊടുത്താൽ പാപങ്ങൾ പൊറുക്കും, നമ്മൾ മനുഷ്യന്മാർക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ പാപങ്ങൾ പൊറുക്കും. പിന്നെ നമ്മൾ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. ആ മനുഷ്യന്മാർ നമ്മൾ പറഞ്ഞു കൊടുത്ത് നല്ല ഇത് കേൾക്കുന്ന ആളുകളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉറുമ്പുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കടലിലെ മത്സ്യങ്ങൾ വരെ നിങ്ങൾ ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. പിന്നെ എങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടാനുള്ള ചാൻസ് വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ പഠിച്ചവൻ്റെ ശിക്ഷ നരകത്ത് കിടക്കാനുള്ള പഴുത് അള്ളാഹ് ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. എല്ലാം നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ്. അതാണ്
അള്ളാഹുവിനെ പറ്റിയുള്ള ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാ എന്ന് നബി മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള 3 ദിവസം മുമ്പാണ് നബി അത് പറയുന്നത്. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളാരും തന്നെ മരിക്കാൻ ഇടവരരുത്, ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാ, അള്ളാഹുവിനെ പറ്റി നല്ല വിചാരത്തോടു കൂടിയല്ലാതെ. അള്ളാഹുവിനെ പറ്റി നല്ല വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നല്ല വിചാരം നമുക്ക് വരണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്കൊരു ബോധ്യമാവണം. ഞാൻ ചെയ്തിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ഞാൻ മാതാപിതാക്കളോട്, മുതിർന്നവരോട്, കുട്ടികളോടൊക്കെ നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായും ഒരു നല്ല ഒരു വിചാരം നമുക്കുണ്ടാവും, നിരാശ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് കിട്ടുന്ന സൗകര്യമാണ് കുറഞ്ഞാൽ പിന്നെ എല്ലാവരോടും, ഭാര്യയോട് ദേഷ്യം, നാട്ടുകാരോട് ദേഷ്യം, ജനങ്ങളോട് ദേഷ്യം, പടച്ചവനോടും ദേഷ്യം, ഈ പടച്ചവൻ എന്നെങ്ങനെയാക്കി, നിരാശ, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം, സക്കരിയ നബി അലൈഹി സ്വലാമിന് കുട്ടിയില്ലാതായപ്പോൾ ഞാൻ റബ്ബിലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ, അവിടെയൊക്കെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. എല്ലാ ദുരിതക്കയത്തിലും പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിരാശയല്ല. എന്നാൽ ഇവിടെ ചില മനുഷ്യന്മാരങ്ങനെയാണ്, കൃഷിയൊക്കെ നശിച്ചു പോയാൽ പിന്നെ പിറുപിറുത്ത് എല്ലാവരെയും പ്രാഗി പറഞ്ഞ് എല്ലാവരെയും ശപിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അത് പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ലല്ലൂ മിൻ ബഅദിഹി യക്ഫുറൂൻ, അവർ കൃഷിയൊക്കെ മഞ്ഞളിച്ച് അത് ഉണങ്ങാൻ പോകുമ്പോൾ നിഷേധികളായി മാറുന്നു. മനുഷ്യൻ്റെ സ്വഭാവം. ഇനി فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. ഇതൊക്കെ അള്ളാഹ് ഇത്രമാത്രം തന്മയത്വത്തോടുകൂടി വിശദീകരിച്ച് ഏതൊരാൾക്കും മനസ്സിലാകുന്ന നിലക്ക് പറഞ്ഞു തന്നിട്ടും, ഇതങ്ങനെയൊക്കെ പറഞ്ഞു തന്നാലും ഫഇന്നക, പ്രവാചകരെ തീർച്ചയായും താങ്കൾ, ലാ തുസ്മിഉൽ മൗത, മരിച്ചുപോയവരെ കേൾപ്പിക്കുകയില്ല. ഇതൊരു പൊതുതത്വം. മരിച്ച ആളുകളെ നമുക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ അത് മരിച്ചവർ കേൾക്കൂല. ലാ തുസ്മിഉൽ മൗത, ആ ഒരു മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് അള്ളാഹ് നമ്മളെ മറ്റൊന്നിലേക്ക് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ്? വലാ തുസ്മിഉ സുമ്മ ദുആ, പൊട്ടന്മാരെ, സുമ്മ് എന്ന് പറഞ്ഞാൽ പൊട്ടൻ, അസമ്മ് എന്ന് പറയും. അതായത് ബധിരന്മാരായ ആളുകളെ താങ്കൾക്ക് വിളി കേൾപ്പിക്കാൻ കഴിയൂലല്ലോ. മരിച്ച മനുഷ്യനെ താങ്കൾ വിളിക്കുന്നത് കേൾപ്പിക്കാൻ കഴിയില്ല. ബധിരന്മാർക്ക് താങ്കളുടെ വിളി ഒച്ച കേൾക്കാൻ കഴിയില്ല. ഇതുപോലെ മനസ്സു മരിച്ച, ജീവനില്ലാത്ത മനസ്സുകൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനോ ചെവിടോർക്കാനോ ഒരു തോന്നലില്ലാതെ താൻ പോകുന്ന വഴിക്ക് തന്നെ പോകുന്ന നിശ്ചലമായ മനസ്സുകൾ, ആ മനസ്സുകളെ നിങ്ങൾക്ക് എന്ത് ഉപദേശം കേട്ടാലും അതവർ സ്വീകരിക്കുകയില്ല. ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിൽ കൂടി ജീവനില്ലാത്ത മനുഷ്യരെ, അല്ലെങ്കിൽ ജീവനില്ലാത്ത മനസ്സുകളെ, കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, ഉൾക്കൊള്ളാത്ത ആളുകളെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. വലാ തുസ്മിഉ സുമ്മ ദുആ, ബധിരന്മാരെ വിളി കേൾപ്പിക്കാൻ കഴിയില്ല. ഇദാ വല്ലൗ മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞു പോയാൽ. വല്ലാ മുദ്ബിറൻ എന്ന് പറഞ്ഞാൽ പിന്നോട്ട് പോയി, ദുബർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം, ചന്തി, ആ ചന്തിഭാഗം തിരിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോയി. അപ്പോൾ ആളുകൾ പിന്തിരിഞ്ഞു പോയാൽ നമ്മൾ പറഞ്ഞ, അതായത് നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം, പഠിക്കണം എന്ന് ബോധമില്ലാത്ത ഒരാളെ അള്ളാഹിൻ്റെ റസൂല് വന്നിട്ട് ബോധ്യപ്പെടുത്തിയാലും ഓൻ കേൾക്കൂല. അവിടെയാണ് പറയേണ്ട ആളുടെ നല്ല കുഴപ്പം. റസൂലുള്ള വരെ വന്നിട്ട് ജനങ്ങളെ ഉപദേശിച്ചാലും ഒരു പിന്തിരിഞ്ഞു പോകാനുള്ള മനസ്സാണെങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല. ഫഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ താങ്കൾ കേൾപ്പിക്കുകയില്ല തീർച്ചയായും. വലാ തുസ്മിഉ സുമ്മ ദുആ, ദുആ എന്ന് പറഞ്ഞാൽ വിളി, അതുതന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നതും. അപ്പോൾ ബധിരന്മാരായ ആളുകളെ വിളി താങ്കൾ കേൾപ്പിക്കുകയില്ല, അവരെ വിളിച്ചിട്ട് അവർക്ക് കേൾക്കാൻ കഴിയില്ല. ഇദാ വല്ലൗ മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞു പോയാൽ.
പിന്നെ ഒന്നുകൂടി പിന്നെ ഒമാ അൻത ബിഹാദിൽ ഉംയി, ഹാദി എന്ന് പറഞ്ഞാൽ ഹിദായത്താക്കുന്നവൻ, അൽ ഉംയി അന്ധന്മാരെ, അൽ വലാലത്തിഹിം അവരുടെ വഴികേടിൽ നിന്ന് കണ്ണുപൊട്ടിയവരെ താങ്കൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ഇവിടെ ഈ കണ്ണുപൊട്ടി എന്ന് പറയുന്നത് നമ്മളെ ബ്ലൈൻഡുകളായിട്ടുള്ള സഹോദരന്മാരെ, കണ്ണില്ലാത്ത സഹോദരന്മാരെയോ അല്ലെങ്കിൽ കാതില്ലാത്ത സഹോദരന്മാരെയോ പറ്റിയല്ല. സത്യം കേട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് സുമ്മുൻ ബുക്കുമുൻ ഉംയുൻ ഫഹും ലാ യഅഖിലൂൻ. ബഖറയുടെ തുടക്കത്തിലാണ് പറഞ്ഞത്. സുമ്മുൻ അവർ ബധിരന്മാരാണ്, ബുക്കുമുൻ ഊമകളാണ്, സംസാരിക്കാത്തവരാണ്, ഉംയുൻ അന്ധന്മാരാണ്, ഫഹും ലാ യഅഖിലൂൻ അവർ ചിന്തിക്കൂല. അത് നമ്മളാ ഡിസേബിൾഡ് ആയിട്ടുള്ള സംസാരിക്കാൻ കഴിയാത്തവന്, കേൾക്കാൻ കഴിയാത്തവന്, കണ്ണൊട്ടൻ അല്ല. അവരൊക്കെ ആ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അവരൊക്കെ കേൾക്കും, അവർ നമ്മളെക്കാളും കൂടുതൽ സത്യം മനസ്സിലാക്കി ജീവിക്കും. എന്നാലോ ജീവൻ കണ്ണും കാതും എല്ലാവരെക്കാളും കൂടുതൽ മൂർച്ചയുള്ള കണ്ണും കാതുമുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഈമാനും തഖ്വയും അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും ഇല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വന്ന് ഉപദേശിച്ചാലും അവരൊട്ട് കേൾക്കൂല. അതാണ് വമാ അൻത ബിഹാദിൽ ഉംയി, അന്ധതയുള്ള. അഴ്മ എന്ന് പറഞ്ഞാൽ അന്ധൻ, അന്ധൻ. ഉംയി എന്ന് പറഞ്ഞാൽ അന്ധന്മാർ. അന്ധന്മാരായ ആളുകളെ അവർക്ക് നിനക്ക് കേൾപ്പിക്കാൻ, സന്മാർഗത്തിലാക്കാൻ കഴിയില്ല. അൻ ലലാലത്തിഹിം അവരുടെ ലലാലത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന്. പിന്നെ ഇൻ തുസ്മയു തീർച്ചയായും നീ കേൾപ്പിക്കുന്നില്ല ഇല്ലാ മൻ യുഅ്മിനു ബി ആയാത്തിന നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവനെയല്ലാതെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ അടുത്ത ബന്ധുക്കളും അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നില്ല മക്കത്ത്. നബിയെപ്പറ്റി കൃത്യമായി സത്യസന്ധമായി അറിഞ്ഞിരുന്ന ആളുകളുണ്ടല്ലോ. ഓലൊന്നും നബിക്ക് നേരെയാക്കാനോ ഹിദായത്തിലാക്കാനോ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്താ കാരണം? അവർ ചിന്തിക്കാനും ഒന്നും വിശ്വാസമുള്ളൊരു മനസ്സ് അവർക്കുണ്ടായില്ല. അതുകൊണ്ട് അവരൊക്കെ പേച്ചുപോയി. നബിയുടെ കൂടെ 23 കൊല്ലം ജീവിച്ചിട്ടും യഥാർത്ഥ മുഅ്മിനാവാതെ മുനാഫിക്കീങ്ങളായിട്ട് മരിച്ചുപോയ ആളുകൾ എത്രയോ ഉണ്ടായിരുന്നു. എത്ര വലിയൊരു നിർഭാഗ്യമാണത്. അബൂബക്കർ സിദ്ദീഖും ഖുലഫാഉർ റാഷിദീങ്ങളും അശറത്തുൽ മുബശ്ശരീനുകളും സഹാബകളും അസാബിക്കീങ്ങളും മുഹാജിറുകളും അൻസാറുകളും നിറഞ്ഞു നിൽക്കുന്ന മക്കയിലും മദീനയിലും 23 കൊല്ലം നബിനെ കണ്ടും കേട്ടും മുമ്പിലുണ്ടായിട്ട് പോലും വിശ്വസിക്കാതെ മുനാഫിക്കായി മരിക്കേണ്ടി വന്നു. അപ്പം അതെന്താ? അപ്പം ഈമാൻ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതൊരു അറിവ് കൊണ്ട് കുറേ ഖുർആൻ പഠിച്ചു, കുറേ ഹദീസ് പഠിച്ചു, കുറേ വേഷം കെട്ടി നടന്നത് കൊണ്ട് അത് പഠിച്ചോ കൊടുക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ആദ്യമായി ശുദ്ധമാവണം. അതാണ് ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി വിശ്വസിക്കുന്നവനെയല്ലാതെ താങ്കൾ കേൾപ്പിക്കുകയില്ല. ഫഹും മുസ്ലിമൂൻ അങ്ങനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുക മാത്രമല്ല, ഫഹും മുസ്ലിമൂൻ ആ വിശ്വസിച്ചതിനനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവരെയല്ലാതെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു പ്രവാചകനുണ്ട്, പ്രവാചകൻ വന്ന് നമ്മളോട് പറഞ്ഞു, നമുക്കൊക്കെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആലിമാണ്. അതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ കീഴ്പ്പെട്ട് ജീവിക്കാനും അള്ളാഹുവിൽ വിശ്വസിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവണം. അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ഇനി അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എത്ര കേൾപ്പിച്ചാലും അതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അവരൊക്കെ പൊട്ടന്മാരാണ് എന്നാണ് പറഞ്ഞു വന്നത്. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ മിൻ ബഅദി ളഅഫിൻ ഖുവ്വ അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ യഖ്ലുഖു മാ യശാഅ
വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹു അല്ലദീ, അവൻ ഒരുവനാണ്, ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ലഅഫിൻ, ദൗർബല്യത്തിൽ നിന്ന്. ലഅഫ്, ളുഅഫ്, ളിഅഫ്, ലാദിന് ഫതഹ്, കസ്ർ, ലമ്മ്, 3 വാക്കുകളുണ്ട്. ലഅഫ്, ളുഅഫ്, ളിഅഫ്. അവിടെ ലഅഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിനും മനസ്സിനും തൻ്റെ അറിവിനും അനുഭവങ്ങൾക്കും ഒക്കെയുള്ള ദൗർബല്യത്തിനാണ് ലഅഫ് എന്ന് പറയാം. ലഅഫ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനും ദൗർബല്യമുണ്ട്, കയ്യും കാലൊക്കെ കുഴഞ്ഞ് അതിന് ദുർബലനായി. അതുപോലെ മനസ്സിനും ദൗർബല്യമുണ്ട്, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയണില്ല. അതുപോലെ നമ്മളെ ചിന്തയിലുണ്ട്, അറിവിലുണ്ട്. അപ്പോൾ മുച്ചൂടും എല്ലാ അർത്ഥത്തിലും ദൗർബല്യമുള്ള ആളിനാണ് ലഅഫ് എന്ന് പറയാം. ളുഅഫ് എന്ന് പറഞ്ഞാലോ ശാരീരികമായ ബുദ്ധിമുട്ട്, നീച്ചെടുക്കാൻ പറ്റാത്ത, കയ്യും കാലും കൊണ്ടും ശക്തിയില്ലാത്തതിനാണ് എന്ത് പറയുക, ളുഅഫ് എന്ന് പറയാം. ളിഅഫ് എന്ന് പറഞ്ഞാലോ ഇരട്ടി, വേറൊരു അർത്ഥം, അത് വേറെ ഒരു രൂപമാണ്. ളിഅഫ് ഇരട്ടി, അദാബൻ ളിഅഫം മിനന്നാർ എന്നല്ലോ, നരകത്തിൻ്റെ ഇരട്ടി ശിക്ഷ കൊടുക്കണമേ, അത് ളിഅഫാണ്, കസ്ർ. ഇവിടെ ലഅഫ് എന്ന് പറഞ്ഞാൽ ദൗർബല്യം തന്നെയാണ്, എല്ലാ നിലക്കുമുള്ള ദൗർബല്യം. അതാണ് അല്ലാഹുല്ലദീ ഖലഖക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു അല്ലദീ, ഒരുവനാണ്, ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ ലഅഫിൻ, ദൗർബല്യത്തിൽ നിന്ന്. ദൗർബല്യത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണായിരുന്നു, പിന്നെ ഒരു ബീജമായിരുന്നു, പിന്നെ ഒരു മാംസകഷ്ണമായിരുന്നു, പിന്നീട് ഇങ്ങനെ കുട്ടിയായിട്ട് നമ്മൾ വന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും ദൗർബല്യമായിരുന്നു, പിന്നീട് കുട്ടിയായി പ്രസവിച്ചപ്പോഴും ദൗർബല്യമായിരുന്നല്ലോ. അപ്പം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ആ മനുഷ്യനുണ്ടായിരുന്ന ആ ലഅഫ്, അതാണ് ഹുവൽ അത്വാറുൽ ഊല മിൻ ഖൽഖിഹി, സൃഷ്ടിയുടെ ആദ്യഘട്ടങ്ങൾ, അതാണ് ലഅഫ്. സുമ്മ മിൻ ബഅദി ലഅഫിൻ, പിന്നീട് സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ, പിന്നീട് അവൻ ആ ലഅഫ്, ദൗർബല്യത്തിൻ്റെ ശേഷം അവൻ ഉണ്ടാക്കി തന്നു ഖുവ്വത്തൻ, ശക്തി. ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഈ ആയത്തന്നാണ്, ഈ ആശയമാണത്. അതാണ് നാം നിങ്ങളെ പറയപ്പെടാൻ പറ്റാത്ത ഒരു വസ്തുവിൽ നിന്ന് ഒരു കാലഘട്ടം മനുഷ്യന് വന്നിട്ടില്ലേ, അലൽ ഇൻസാൻ, മനുഷ്യന് വന്നിരുന്നില്ലേ, ഹീനും മിനദ്ദഹർ, ഒരു കാലഘട്ടം, ലം യകുൻ ഷൈഅൻ മദ്കൂറ, അവൻ പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തുവായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മളുണ്ടായിരുന്നു. ഒന്നുകിൽ അത് ആ ബീജാവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ബീജത്തിൻ്റെയും മുമ്പുള്ള അവസ്ഥയായിരിക്കും. പിന്നെ എന്നിട്ട് ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ, മനുഷ്യനെ നാം ഒരു ഇന്ദ്രിയ ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അംശാജിൻ, ഒട്ടിപ്പിടിക്കുന്ന, നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കുകയായിരുന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറ, പിന്നെ അതിൽ നിന്നങ്ങനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി മാറ്റി. ആ ഒരു അവസ്ഥയാണ് അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ലഅഫിൻ, നിങ്ങളെ ദൗർബല്യത്തിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ മിൻ ബഅദി ലഅഫിൻ ഖുവ്വ, പിന്നെ ലഅഫിന് ശേഷം, ദൗർബല്യത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് ഖുവ്വത്ത് തന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫൻ, പിന്നെ ശക്തിക്ക് ശേഷം, ഖുവ്വത്ത് പറഞ്ഞ ശക്തി, ആ ശക്തിക്ക് ശേഷം പിന്നെയും ലഅഫ് തന്നു, പിന്നെയും നമുക്ക് ദൗർബല്യം തന്നു. നമ്മൾ നല്ല കരുത്തും മിടുക്കുള്ളവരായി പിന്നീട് ഇങ്ങനെ പോയി വാർദ്ധക്യം ബാധിച്ച് പിന്നെ ഓരോന്നിങ്ങനെ കണ്ണിന് കാഴ്ച കുറഞ്ഞു, ബുദ്ധിക്ക് മറവി തോന്നി, കയ്യും കാലും പണ്ടത്തെ പോലെ പലിക്കാതെയായി, പ്രവർത്തിക്കാതെയായി, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ലഅഫിലേക്ക് വീണ്ടും ബുദ്ധിപരമായും ശാരീരികമായും ചിന്തയിലും ശക്തിയിലും തന്ത്രങ്ങളിലുമൊക്കെ നമുക്ക് വീണ്ടും ലഅഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ. അർദലിൽ ഉംർ സുമ്മ യുറദ്ദു ഇലാ അർദലിൽ ഉംരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, സൂറത്തു ഹജ്ജിലാണ്.
നഹയിൽ ഹജ്ജിലും ഉണ്ട് ഏകദേശം യാജുന്നാസിന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി എന്ന് പറഞ്ഞ ആ ആയത്തിൽ. അതായത് അറുദലുൽ ഉമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തെ വയോവാർദ്ധക്യം. ഏതുവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക്, നമ്മളെ കുട്ടിപ്രായം പോലെ നമുക്ക് ആളെയും തിരിച്ചറിയില്ല, എന്താ പറഞ്ഞത് എന്നും അറിയില്ല. ദുഃഖത്തിൻ്റെ സമയത്ത് ചിരിക്കുകയും ചിരിക്കുന്ന സമയത്ത് ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്ന ആ ഒരു ലൈഫിലേക്ക് അല്ലാഹു തആല വീണ്ടും നമ്മളെ ആക്കിക്കൊണ്ടിരുന്നു. മിൻബഅദി ഖുവ്വത്തിൻ ലൈഫ, ഖുവ്വത്തിന് ശേഷം ലൈഫുണ്ടാക്കി. വശൈബത്തൻ, ഷെയ്ബത്തും ഉണ്ടാക്കി. ഷെയ്ബത്ത് എന്ന് പറഞ്ഞാൽ ആ നര, വയോവാർദ്ധക്യത്തിൻ്റെ നരയും അവന് നമുക്ക് തന്നു. എന്നിട്ട് അള്ളാഹ് പറയാ യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ സൃഷ്ടിക്കുന്നു. ചില ആളുകൾ പെട്ടെന്ന് ദുർബലന്മാരാവുന്നു, ചില ആളുകൾ 90 കഴിഞ്ഞാലും 100 കഴിഞ്ഞാലും ആ പഴയ ശക്തിയൊക്കെ നിലനിൽക്കുന്നു. ചിലർക്ക് 60 കഴിയുമ്പോഴേക്ക് പിന്നെ മിണ്ടാതെ ആവുന്നു, ഓർമ്മത്തെറ്റ് വരുന്നു, പ്രവർത്തനശേഷി നശിക്കുന്നു. അത് പഠിച്ചോ ഓരോരുത്തരെയും യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ്റെ ഹിക്മത്തനുസരിച്ച് സൃഷ്ടിക്കുന്നു എന്നാണ്. ലൈഫ് പറഞ്ഞ ദുർബലൻ, ആ ദുർബലൻ അത് ലൈഫിൽ നിന്ന് വന്നതിലാണ് ലൈഫ്. ആളുമായ ലൈഫാണ് എന്ന് പറഞ്ഞാൽ ലൈഫ് ദുർബലൻ, കവിയ് ശക്തൻ, ലൈഫ് ദൗർബല്യം, കുവ്വത്ത് ശക്തി, അതതിൻ്റെ നാമപദമാണ്. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലൈഫൻ വശൈബത്തൻ, പിന്നെ ഷെയ്ബയായി. ഷാബ് എന്ന് പറഞ്ഞാൽ യുവാവ്, ഷെയ്ബത്ത് പറഞ്ഞാലോ വൃദ്ധൻ, നരച്ചവൻ, അതാണ് ഷെയ്ബ. എന്നിട്ട് യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ, അവനെല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചോ നമുക്ക് കഴിയാത്തത് എല്ലാം പറഞ്ഞുതരാം. നമുക്ക് നിയന്ത്രിക്കാനോ ഇടപെടാനോ കഴിയാത്ത അള്ളാഹുവിൻ്റെ ശക്തി മാത്രം കുറിക്കുന്ന ആ അള്ളാഹുവിൻ്റെ കുദറത്തുകൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അള്ളങ്ങനെ പറഞ്ഞു തന്നിട്ട് നിങ്ങളൊന്നുമല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. വഹുവൽ അലീമുൽ ഖദീർ, എല്ലാം അറിയുന്നവനും കഴിവുള്ളവനും അവൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാ? നമ്മളെ അള്ളാഹു നമ്മുടെ ദൗർബല്യവും അള്ളാഹുവിൻ്റെ അറിവും കഴിവും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വയൗമ തഖൂമുസ്സാഅതു യുഖ്സിമുൽ മുജ്രിമൂൻ, വയൗമ തഖൂമുസ്സാഅ, ആ സമയം, ആ ഖിയാമത്ത് നാൾ നിൽക്കുന്ന, അത് നിലവിൽ വരുന്ന ദിവസം. ഖാമത്തി സാഅത്തു എന്ന് പറഞ്ഞാൽ ഖിയാമുസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് എന്നും പറയും. ഖിയാമത്ത് നിൽക്കുന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തെ ദിവസം. വയൗമ തഖൂമുസ്സാഅത്തു, അന്ത്യദിനം നിലനിൽക്കുന്ന ദിവസം. യുഖ്സിമുൽ മുജ്രിമൂൻ, മുജ്രിമൂങ്ങളായ ആളുകൾ, മുജ്രിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ, സത്യം ചെയ്ത് പറയും. അഖ്സമ എന്ന് പറഞ്ഞാൽ ഖസം, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അതാണ് ഉഖ്സിമു. ഖസം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാം. യുഖ്സിമുൽ മുജ്രിമൂൻ, കുറ്റവാളികൾ സത്യം ചെയ്ത് പറയും. എന്ത്? മാലബിസു, അവർ താമസിച്ചിട്ടില്ല. ഗൈറ സാഅത്തിൻ, ഒരു സാഅത്തല്ലാതെ. സാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമയം, ഒരു നാഴിക നേരമെന്നോ ഒരു മണിക്കൂറെന്നോ ഒക്കെ പറയാം. ഒരു സാഅത്തല്ലാതെ. ഒരു സാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തിൻ്റെ യൂണിറ്റ്, അതിനാണ് സാഅത്ത് എന്ന് പറയുക. ഒരു യൂണിറ്റാണ് ആ യൂണിറ്റ്. ഇന്നിപ്പോൾ ഒരു സാഅത്ത് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ എന്ന യൂണിറ്റ് കാണുമ്പോൾ 20-60 മിനിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഒരു നാഴിക നേരം എന്ന് പറയലുണ്ട്, അത് വേറൊരു യൂണിറ്റായിട്ടാണ്. അപ്പോൾ സാഅത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ, കുറഞ്ഞ സമയം. മാ ലബിസു ഗൈറ സാഅത്തിൻ, അല്പനേരമല്ലാതെ അവർ താമസിച്ചിട്ടില്ല. ഫിദ്ദുല്യ, ദുന്യാവിൽ. ലബിസ താമസിച്ചു, മക്കസ ലബിസ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞുകൂടി, താമസിച്ചു എന്ന്. അപ്പം മാ ലബിസു എന്ന് പറഞ്ഞാൽ മാ ലബിസു ഫിദ്ദുല്യ, ദുന്യാവിൽ അവർ താമസിച്ചിട്ടില്ല. ഗൈറ സാഅത്തിൻ, ഒരു അല്പം നേരമല്ലാതെ അവർ താമസിച്ചിട്ടില്ലെന്ന് അവർ സത്യം ചെയ്ത് പറയും. കദാലിക, അപ്രകാരം. കാനു യുഫകൂൻ, അവർ കെട്ടിച്ചമച്ച് പറയുന്നവരായിരുന്നുവല്ലോ.
ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. ഉള്ള മാതിരി ഓല് പറയില്ല, അവർക്കത് ബോധ്യപ്പെടില്ല. ഈ പരലോകത്തെത്തുമ്പോഴും അവർക്ക് ഇതൊന്നും ബോധ്യപ്പെടില്ല. അവരിങ്ങനെ തോന്നും, കുറച്ച് നേരമല്ലേ ഞങ്ങളവിടെ ഉണ്ടായിട്ടുള്ളൂ, എന്നിട്ട് അവിടെ ഞങ്ങൾക്കവിടെ അമൽ ചെയ്യാൻ നേരം, ഞങ്ങൾക്കവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നേരം. അപ്പോൾ അള്ളാഹുവിനോട് ഉദർ പറയാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് നേരമല്ലേ പഠിച്ചോനെ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ എന്ന് സത്യം ചെയ്ത് പറയും. അത്രയും ഇഹലോക ജീവിതം നൈമിഷികമായിരുന്നു, കുറച്ചായിരുന്നു എന്ന് പഠിച്ചവനോട് അവർ സത്യം ചെയ്ത് പറയും. അത്രേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നേരം കിട്ടിയില്ല എന്നർത്ഥം. നമുക്ക് സമയം കിട്ടിയില്ല, കുറച്ച് നേരമല്ലേ ഉണ്ടായിട്ടുള്ളൂ, സമയം കിട്ടിയില്ല എന്ന് പറയും. അതാണല്ലോ ആളുകളൊക്കെ ഈ അസറിസ്കാരത്തിൻ്റെ ഒക്കെ സമയത്താണ് ആളുകൾ, ആ സൂര്യൻ മഞ്ഞയാവുന്ന സമയത്താണ് അസറിക്കരിക്കുക. എന്താ ഇന്നേരെ അസറിക്കരിക്കുള്ളൂ, നേരം കിട്ടിയില്ല. സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ തന്നെ, എന്തെല്ലാം പണിയുണ്ട്, നേരം കിട്ടിയില്ല. എന്നിട്ട് പോയി കാണുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിട്ടുണ്ട്, ഈ സൂര്യൻ മഞ്ഞയായി കഴിഞ്ഞാൽ പിശാചിൻ്റെ കൊമ്പുമ്മ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞു. പിശാചിൻ്റെ കൊമ്പ് പറഞ്ഞാൽ ഒടൂനുള്ള അർത്ഥത്തിലാണ്. ഒടൂന് പോയിട്ട് നിസ്കാരത്തിൽ കുത്തിമറിയുന്ന ആളുകൾ, അതുപോലെ സുബഹിയും ആ നേരത്തിന് നിസ്കരിക്കാതെ നേരം കിട്ടിയില്ല, ഉറങ്ങിപ്പോയി. അതുപോലെ അവർ ഒരുപാട് കാര്യങ്ങളിൽ നേരം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പറയാൻ പാടില്ല. നേരെ ഒരു കൊല്ലുണ്ടായിരുന്നു, നോൽമ്പോറ്റ് വീട്ടാൻ ഒരുപാട് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞാൽ ഒരു മാസം കൂടിയും കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങുകയാണ്. നോമ്പ് നോറ്റ് വീട്ടാനുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകിച്ചും ഉണ്ടാവും. എന്നിട്ട് പറയും നേരം കിട്ടിയില്ല, എന്നും നേരം കിട്ടിയില്ല. അതുതന്നെയാണ് പരലോകത്തും മാലബിസു വൈറസ, കുറച്ച് നേരമല്ലാതെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഖിയാമത്ത് നാളിൽ ആളുകൾ പറയും. എന്നാലോ നമ്മൾ ശരിക്കും അള്ളാഹു റസൂലും പറഞ്ഞ മാതിരി ആ ഇബാദത്തുകൾ ഫർളും അതിൻ്റെ അത്യാവശ്യ സുന്നത്തുകളും മാത്രം നിർവഹിക്കാൻ നമ്മളൊരു കടലാസും പെന്നും എടുത്തിട്ട് സുബഹി മുതൽ അത്യാവശ്യ സുന്നത്തും അത്യാവശ്യം ഫർളും, കൂടുതലൊന്നും വേണ്ട, അത്യാവശ്യം ഫർളും നബിയും അള്ളാഹു റസൂലും പഠിപ്പിച്ച അത്യാവശ്യ ദിക്റുകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ ഏകദേശം എത്ര സമയം വേണമെന്ന് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ ഏതാനും കുറച്ച് നേരെ ഉണ്ടാവുള്ളൂ. ബാക്കി 24 മണിക്കൂറിൽ ഒക്കെ നമുക്ക് വെറുതെ പോവാണ്, എങ്ങനെയൊക്കെയോ പോവാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങോട്ട് തോണ്ടിയാൽ, ഫോണുമ്പോൾ തോണ്ടൽ തുടങ്ങിയാൽ പിന്നെ ലൂറ കണ്ടതും അസറ കണ്ടതും ഒന്നും അറിയില്ല, അങ്ങോട്ട് പോകും. അതാണ് മാലബിസു വൈറസായ. എത്ര എളുപ്പമാണ് ഈ സമയം. ഞങ്ങൾ താമസിച്ചിട്ടില്ല ദുന്യാവിൽ വൈറസായത്തിൻ, കുറച്ച് നേരമല്ലാതെ താമസിച്ചിട്ടില്ല. അള്ള പറയാണ് കദാലിക, അപ്രകാരം യുഫക്കൂൻ ഖാനു യുഫക്കൂൻ, അവർ കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നു. ദുന്യാവൊന്നും അങ്ങനെ തന്നെ, അത്രയും നേരം കിട്ടിയില്ല എന്നാ പറയില്ല. അതുതന്നെയാണ് ഇവിടെ ആഖിറത്തിലും പറയാം, ഞങ്ങൾക്ക് ദുന്യാവിൽ വേണ്ടത്ര ചെയ്യാൻ നേരം കിട്ടിയില്ല. നമുക്ക് ഒരുപാട് നേരം ഉണ്ട് താനും. ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമുക്കുണ്ട്. വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാൻ, എന്നാലോ വഖാലല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകൾ പറയുന്നു, വൽ ഈമാൻ, വിശ്വാസവും നൽകപ്പെട്ട ആളുകൾ. ഇവിടെ അറിവ് നൽകപ്പെട്ടവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വലിയ വലിയ ആലിമീങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല. അത്യാവശ്യം അള്ളാഹുവിൻ്റെ മാർഗം അനുസരിച്ച് ജീവിക്കാനുള്ള അറിവാണ് ആ അല്ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാൻ, ഇൽമും ഈമാനും നൽകപ്പെട്ടവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലോ കൂടുതൽ അറിവും അതിനനുസരിച്ച് കൂടുതൽ ഈമാനും ലഭിക്കുന്നത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഊത്തുൽ ഇൽമ, അല്ലദീന ഊത്തുൽ ഇൽമ എന്ന് പറയുമ്പോൾ അത് ഇർഫഉല്ലാഹു അല്ലദീന ആമനു വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, വിശ്വസിക്കുകയും അറിവ് നൽകപ്പെടുകയും ചെയ്ത ആളുകളെ അള്ളാഹു തആല ഉയർത്തും എന്ന് പറഞ്ഞാൽ അറിവിനനുസരിച്ച് ഇങ്ങനെ ഉയർത്തും. അപ്പോൾ കുറച്ച് അറിവ് നൽകപ്പെട്ടവർക്കും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ അറിയാലോ. അപ്പോൾ വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാൻ, അറിവ് നൽകപ്പെടുകയും ഈമാൻ നൽകപ്പെടുകയും ചെയ്ത ആളുകൾ പറയും, ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാ, നിങ്ങൾ താമസിച്ചിട്ടുണ്ട്, ഫീ കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ രേഖയിൽ, ഇലാ യൗമിൽ ബഅസി, പുനരുത്ഥാനത്തിൻ്റെ ദിവസം വരെ. യൗമുൽ ബഅസ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന ദിവസം, അതായത് ഈ മരണം മരിച്ച് പിന്നെ മുതൽ പുനരുത്ഥാനത്തിൻ്റെ ദിവസമാണ് അവിടുന്ന് അങ്ങോട്ട് കണക്ക് കൂട്ടൽ. അപ്പോൾ നിങ്ങൾ ദുനിയാവിൽ കുറച്ച് കാലമല്ല ജീവിച്ചത്, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഖളാ അനുസരിച്ച് യൗമുൽ ബഅസ്, പുനരുത്ഥാനത്തിൻ്റെ ദിവസം വരെ ജീവിക്കാനുള്ള
ആയുസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടോ ഫഹാദ യൗമുൽ ബാഴ്സി, ഇതാ യൗമുൽ ബാഴ്സ് വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലാഖിൻ പക്ഷേ നിങ്ങൾ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ അറിയാത്തവരായിരുന്നു. അപ്പം നേരം കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. നേരെ മറിച്ചോ നേരം കിട്ടിയിരുന്നു, നിങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. അവലം നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ. മാ തദക്കർ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാലം വരെ ആയുസ് തന്നില്ലേ എന്നുള്ള ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഫഹദ യൗമുൽ ബാഴ്സി, ഇതാ യൗമുൽ ബാഴ്സി ഇവിടെ വന്നെത്തിയിരിക്കുന്നു. വലാകിന്നക്കും കുൽതും ലാ തഅലമൂൻ, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഫയൗമ ഇദിൻ, ആ ദിവസം, ആ യൗമുൽ ബാഴ്സിൻ്റെ ദിവസം, ലാ യൻഫഉല്ലദീന ളലമൂ, അക്രമികളായ ആളുകൾക്ക് ഉപകാരപ്പെടുകയില്ല. മഅ്ദിറത്തുഹും, അവരുടെ ഉദ്റുകൾ. മഅ്ദിറത്ത് എന്ന് പറഞ്ഞാൽ വഴികഴിവുകൾ. എന്തെങ്കിലും ഉപായം പറഞ്ഞ് വഴികഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള അവസരം അവർക്കുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഉദ്റുകൾ അവർക്ക് ഉപകാരപ്പെടുകയുമില്ല. വലാഹും യുസ്തഅ്തബൂൻ, അവരെ വലാഹും യുർജഊൻ, അവരെ ദുനിയാവിലേക്ക് മടക്കപ്പെടുകയുമില്ല. ഇസ്തഅ്തബ എന്ന് പറഞ്ഞാൽ പിന്നോട്ട് മടക്കി എന്ന അർത്ഥം, പിന്നോട്ട് മടക്കി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉദറും നമുക്കുണ്ടാവില്ല ഒരു ജീവിതത്തിൽ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദറും നമുക്കുണ്ടാവില്ല അള്ളാഹുവിനോട് പറയാൻ. പിന്നെ നമ്മളടുത്ത് നിന്ന് നമുക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തെ പെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അള്ളാഹ് സ്വീകരിക്കും ആ ഉദർ. അല്ലാതെ ബോധപൂർവം നമുക്ക് നമ്മൾ വീഴ്ച വരുത്തിയതിന് ഉദർ പറയാൻ കഴിയില്ല. വലാഹും യുസ്തഅ്തബൂൻ, അവർ ദുന്യാവിലേക്ക് മടക്കപ്പെടുകയുമില്ല. കുറച്ച് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ ദുന്യാവിൽ, അതുകൊണ്ട് കുറച്ചും കൂടി ദിവസം തരണം എന്നും പറഞ്ഞ് ദുന്യാവിലേക്ക് മടക്കപ്പെടുകയുമില്ല. വലഖദ് ളറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ വലഇൻ ജിഅ്തഹും ബിആയത്തിൻ ലയഖൂലന്ന അല്ലദീന കഫറൂ ഇൻ അൻതും ഇല്ലാ മുബ്തിലൂൻ. വലഖദ് ളറബ്നാ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നാം വിവരിച്ചു തന്നിട്ടുണ്ട്. ലറബൻ്റെ അർത്ഥം നമ്മൾ അല്പം പറഞ്ഞിട്ടുണ്ട്. അടിച്ചു എന്നും വിവരിച്ചു എന്നും ഉപമിച്ചു എന്നും ഉദാഹരിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് അർത്ഥമുണ്ട്. സഞ്ചരിച്ചു എന്നുണ്ട് ലറബ. ഇവിടെ വലഖദ് ളറബ്നാ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നാം വിവരിച്ചു തന്നിട്ടുണ്ട്. ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ, മിൻ കുല്ലി മസലിൻ, എല്ലാ ഉപമകളും. ജീവികളെ പറ്റിയുള്ള ഉപമയുണ്ട്, ഇടിമിന്നലുകളെ പറ്റിയുള്ള ഉപമയുണ്ട്, അതുപോലെ ജന്തുക്കളെ പറ്റിയുള്ള ചെറിയ ചെറിയ കൊതുക് വരെയുള്ള വസ്തുക്കളെ പറ്റി ഉപമയുണ്ട്. അതുപോലെ എല്ലാം പഠിച്ച് എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവരെ പറ്റിയുള്ള ഉപമയുണ്ട്. പഠിക്കാതെ നടന്ന ആളുകളെ പറ്റിയുള്ള ഉപമയുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ നന്മകളുടെയും തിന്മകളുടെയും വഴികളെപ്പറ്റി നമുക്ക് വിവരിച്ചു തരുന്ന ഉപമകൾ നമുക്ക് ഖുർആനിൽ കാണാം. അതാ വലഖദ് ളറബ്നാ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നാം വിവരിച്ചു തന്നിട്ടുണ്ട്. ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ, മിൻ കുല്ലി മസലിൻ, എല്ലാ തരത്തിലുള്ള ഉപമകളും. അതായത് യാഥാർത്ഥ്യം വ്യക്തമാവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു തെളിവില്ലാതിരിക്കാനുമുള്ള ഉപമകളൊക്കെ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടോ വലഇൻ ജിഅ്തഹും ബിആയത്തിൻ, വല്ല ദൃഷ്ടാന്തവുമായി നീ അവരുടെ അടുക്കലേക്ക് ചെന്നാൽ, ജിഇത്ത, ജാഅ, വന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി, ജിഇത്ത, നീ വന്നു, ജിഇത്തഹും, നീ അവരുടെ അടുക്കലേക്ക് വന്നാൽ അല്ലെങ്കിൽ ചെന്നാൽ, ബി ആയത്തിൻ, വല്ല ദൃഷ്ടാന്തങ്ങളുമായിട്ട് അവർ ചെന്നാൽ, ലയഖൂലന്ന അല്ലദീന കഫറൂ, നിഷേധികളായ ആളുകൾ പറയും, ഇൻ അൻതും ഇല്ലാ മുബ്തിലൂൻ, തീർച്ചയായും നിങ്ങൾ മുബ്തിലീങ്ങളാണ്, അതായത് അനാവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്.
അമ്പിയാക്കന്മാർ എന്ത് തെളിവുകളും കൊണ്ട് വന്നാലും നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോരോ വ്യാജവാദികളാണ്. മുബത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, ബാത്തിലാക്കുന്നവർ, അതായത് നന്മയെ ഇല്ലാതെയാക്കുന്ന വ്യാജന്മാരാണ്, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളുമായി വരുന്നവരാണെന്ന് നിഷേധികൾ പറയും. ഒരാൾ ചിന്തിക്കാനോ പ്രവാചകന്മാർ പറയുന്നത് ഉൾക്കൊള്ളാനോ തയ്യാറാവില്ല. നമ്മളൊക്കെയുള്ളൊരു ഗുണപാഠം ഇതാണ്. അതായത് നല്ല കാര്യങ്ങൾ കേട്ടാൽ ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു വ ഉലൈകഹും ഉലുൽ അൽബാബ്. സൂറത്ത് സുമറിൻ്റെ അവസാനത്തിലാണുള്ളത്. ഫബശ്ശിർ, നബിയെ സന്തോഷ വാർത്ത അറിയിക്കുക, ഇബാദി എൻ്റെ അടിമകൾക്ക്, അല്ലദീന യസ്തമിഊനൽ ഖൗല വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ. നമ്മളെല്ലാം കേൾക്കണം. കേട്ടിട്ട് ഫയത്തബിഊന അഹ്സനഹു ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവർ, അവരാണ് അങ്ങനെയുള്ള അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഉലായിക്കൽ ഫയത്തബിഊന അഹ്സനഹു ഉലായിക്കഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. അപ്പം നമ്മൾ അതാണ് മുബത്തിലീങ്ങൾ. എന്തെങ്കിലും ലേഖൂൽ പ്രവാചകന്മാർ വല്ല ദൃഷ്ടാന്തവും കൊണ്ട്, അപ്പോൾ ഖുർആൻ്റെ ആയത്തുകളാവാം, മുഅ്ജിസത്തുകളാവാം, സതുപദേശങ്ങളാവാം, അതൊക്കെ ഏറ്റ് വരുമ്പോൾ നിങ്ങൾ മുബത്തിലീങ്ങളാണ്, നിങ്ങൾ നമ്മൾ സ്വീകരിക്കൂല എന്നും പറഞ്ഞ് മുൻധാരണയോടുകൂടി തള്ളിക്കളിയല്ല വേണ്ടത്. നേരം അത് നിഷേധികളുടെ പതിവാണ്. നമ്മൾ കേട്ടിട്ട് അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ പ്രവാചകന്മാർ ശരിയല്ലാത്തത് പറയില്ല, അപ്പം തള്ളിക്കളയാനൊന്നുമില്ല. എന്നാൽ നമ്മളെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ പലതും കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് നമുക്ക്, നമ്മളെ സമൂഹത്തിൽ നബിമാരെ പോലല്ലോ, ശരിയും പറയാം തെറ്റും പറയാം, അർദ്ധ ശരികളും അർദ്ധ തെറ്റുകളൊക്കെ കേൾക്കും. അതിൽ നിന്ന് നല്ലത് ഏതാണെന്ന് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് അതിനെ പിൻപറ്റുന്ന ആളുകളാണ് വിശ്വാസികൾ. അല്ലാത്തവർ മുബത്തിലീങ്ങളാണ്, നിഷേധികളാണ്. കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബില്ലദീന ലാ യഅലമൂൻ. അപ്പം നിങ്ങൾ മുബത്തിലീങ്ങളാണ് എന്നാണ്. എന്ത് ആയത്തുമായിട്ട് വന്നാലും നിങ്ങൾ തെറ്റുകാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ നേരെ ചൊവ്വെ പറയാത്ത നാശകാരികളാണ്, ബാത്തിലുണ്ടാക്കുന്നവരാണെന്ന് പറയും. എന്താ പറയാൻ കാരണം? കദാലിക, അപ്രകാരം, യത്ബഉല്ലാഹു അലാ ഖുലൂബില്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ആളുകളുടെ ഹൃദയത്തിന്മേൽ അള്ളാഹു മുദ്ര കുത്തും. അപ്പോൾ അറിവ് നേടണം. അള്ളാഹു നമ്മളെ മുദ്ര കുത്തിയിട്ട് നിരപരാധികളായ നമ്മളുടെ ഹൃദയത്തിനുള്ള മുദ്ര കുത്തി നമ്മളെ പാപ്പികളാക്കല്ല ചെയ്യുന്നത്. അറിവുണ്ടാവണമെങ്കിൽ നമ്മൾ അറിയണമല്ലോ, നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അറിവ് നേടുകയും ചെയ്യാത്ത ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹ് മുദ്ര കുത്തും. ശരിക്കും ഖുർആനിനെ പറ്റി അറിയാത്ത ആളുകൾ ഖുർആൻ അത് പ്രവാചകൻ്റെ വചനങ്ങളാണെന്നോ ഈ കാലഘട്ടത്തിന് പറ്റാത്തതാണെന്നോ അവർ പറയും. ഇസ്ലാമിനെ പറ്റി അറിയാത്ത ആളുകൾ ഇസ്ലാമിൻ്റെ അനന്തരാവകാശ രീതി അത് മഹാ ദുർബലമാണ്, ഇപ്പം അത് പറ്റൂല എന്ന് പറയും. അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും വിശ്വാസ കാര്യങ്ങൾ. അപ്പോൾ ഓരോ കാര്യവും അറിയാത്ത, അപ്പം മൊയ്ജിസത്തുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നിഷേധിക്കുന്ന ആളുകളുണ്ട്, അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. കാര്യങ്ങൾ ശരിക്കും അറിയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ, അവൻ ജീവിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമല്ലേ. ആ അത്ഭുതം അവനെ കൊണ്ടല്ലല്ലോ ഉണ്ടാവേണ്ടത്. അപ്പോൾ പടച്ചോൻ ഭൂമിയിൽ അമ്പിയാക്കന്മാരിൽ കൂടി കാണിച്ചു കൊടുക്കുന്ന മൊയ്ജിസത്തുകളെ നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ഭൂമിക്ക് മുകളിൽ സൂര്യന് ചുറ്റും നമ്മൾ ജീവിക്കുന്നത് തന്നെ അത്ഭുതമാണ്. അതുപോലുള്ളൊരു അത്ഭുതം നബി മുഖേന അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ മിഅ്റാജ് ഉണ്ടായ കാലമാണ് റജബ് എന്നാണ് ചരിത്രത്തിൽ കൂടുതലും അറിയപ്പെട്ടത്. റജബ് അവസാനത്തിലുള്ള നമ്മളുള്ളത്. റജബിലാണ് മിഅ്റാജ് ഉണ്ടായത്. ഒരുപാട് റജബിലാണ്, ശവ്വാലിലാണ്, റബീഉൽ ആഖിറിലാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ മാസത്തെ പറ്റി. കൃത്യമായി ചരിത്രം എഴുതി വെക്കപ്പെടുന്ന കാലത്തല്ല ഉണ്ടായത്. ഹിജ്റയുടെ ഒരു കൊല്ലം മുമ്പാണ്. അത്ര അധികം ചരിത്രം ഉണ്ടായിട്ടില്ല. എന്നാലും ഏകദേശം ഈ അഭിപ്രായങ്ങളൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ റജബിലാണ് കൂടുതൽ
ചരിത്രകാരന്മാരും മിഅ്റാജ് ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ ആ മിഅ്റാജിൽ എന്താ, ഒരു രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ ഒരു മാസത്തെ ഒട്ടകയാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്ത് കൊണ്ടുപോയി, എന്നിട്ട് അവിടുന്ന് ആകാശലോകത്തേക്ക് കൊണ്ടുപോയി, അവിടെ നിങ്ങളുടെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അവിടുന്ന് മസ്ജിദുൽ ഹറാമിൽ തന്നെ നബി കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചു ഒറ്റ രാത്രി കൊണ്ട്. അത് ഒരു പൊട്ടപ്പോയത്തം തന്നെ ആയിരിക്കും എന്നേ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ആകാശവും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ യാതൊരു ഒരു നിയന്ത്രണനെ കാണാതെ ഒരു പ്രത്യേക രൂപത്തിൽ കൃത്യമായി സഞ്ചരിക്കുന്നു എന്നറിയുന്ന ആ ഒരു അത്ഭുത സംഭവത്തെ പറ്റിയുള്ള അറിവുള്ള ഒരാൾ ഇത് നോക്കേണ്ടതില്ലല്ലോ. അതിനേക്കാളും വലിയ മൊയ്സത്ത് കാര്യമൊന്നുമില്ലല്ലോ ഇത്. അല്ലാഹു തആലാക്ക് പ്രകാശവേഗതയിലോ അതിനേക്കാളും കൂടുതൽ വേഗതയിലോ നബിയെ കൊണ്ടുപോകാൻ കഴിയുമല്ലോ. കാരണം അതല്ലേ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അപ്പോൾ എപ്പോഴും അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ, കൃത്യമായ അറിവ് നേടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിഷേധിക്കേണ്ടതോ അല്ലെങ്കിൽ അള്ളാഹുവിൽ കൂടി ഉണ്ടാകുന്ന പ്രവാചകന്മാരിൽ കൂടി ഉണ്ടാകുന്ന അത്ഭുത കാര്യങ്ങൾ നിഷേധിക്കേണ്ടതില്ല. അതാണ്. അപ്പോൾ അറിവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിൽ പറഞ്ഞ പല അത്ഭുത കാര്യങ്ങളും നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ തൽക്കാലം നമ്മളെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളുന്നുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ഇതൊക്കെ പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ, അതുകൊണ്ട് ബോധ്യപ്പെടും. ഇപ്പം എനിക്കത് മനസ്സിലാണില്ല എന്ന് കരുതി നിഷേധിക്കുന്നതല്ല ശരി. അതാണ് കദാലിക അള്ളാഹു മനുഷ്യൻ്റെ അറിവില്ലാത്ത ആളുകളുടെ ഹൃദയത്തിന്മേൽ അള്ളാഹു മുദ്ര കുത്തും. യത്ബഉല്ലാഹു, അള്ളാഹു തആല താബ എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ മുദ്ര, രണ്ടിനും സ്റ്റാമ്പ്. സ്റ്റാമ്പിനാണ് താബ എന്ന് പറയാം. ഇപ്പോഴത്തെ ഭാഷയിൽ സ്റ്റാമ്പ് ഒട്ടിക്കുക എന്നുള്ളതാണല്ലോ, അത് താബാണ്. അതുപോലെ തന്നെ മുദ്ര അടിക്കുക എന്നുള്ളതാണ് താബാണ്. ഇനി തബാഅത്ത് എന്ന് പറഞ്ഞാലോ പ്രിൻറ്റിങ് എന്നാണ്. തബാഅത്ത് പ്രിൻറ്റിങ്, അതും ഒരു തരം മുദ്രയാണല്ലോ. അച്ച് കടലാസിൽ മുദ്ര വെക്കുകയാണല്ലോ. അപ്പോൾ യത്ബഉല്ലാഹു, അള്ളാഹു മുദ്രയടിക്കും അലാ ഖുലൂബില്ലദീന ലാ യഅലമൂൻ, കാര്യങ്ങൾ അറിയാത്തവരുടെ ഹൃദയത്തിന്മേൽ. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പടച്ചോൻ്റെ മുദ്ര വരാതിരിക്കുക. എപ്പോഴും ഒരു തുറന്ന മഫ്തൂഹായ മനസ്സുണ്ടായിരിക്കുക. ശരിയാണോ പറയേണ്ട ആൾ ആര് പറഞ്ഞാലും അത് ശരിയാണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുക, ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തള്ളിക്കളയാം. എത്ര വലിയ ആൾ പറഞ്ഞാലും തള്ളിക്കളയാം. അതല്ലാതെ ഒരുതരം പൂട്ടിവെച്ച മനസ്സുണ്ടാവരുത്. അതാണ് അറിവില്ലാത്ത മനസ്സ്. കാര്യങ്ങൾ അറിയാം. ഫസ്ബിർ, അതുകൊണ്ട് നബിയെ താങ്കൾ ക്ഷമിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖുൻ, അള്ളാഹുവിൻ്റെ കരാറ് സത്യമാണ്, അതൊക്കെ വരും, അതൊക്കെ പുലരും. വലാ യസ്തഖിഫന്നക, താങ്കളെ ചാഞ്ചല്യപ്പെടുത്താതിരിക്കട്ടെ എന്ന്. ഇസ്തഖഫ എന്ന് പറഞ്ഞാൽ ഖഫീഫാകുക എന്ന് പറഞ്ഞാൽ കനം കുറയാന്ന്. അപ്പോൾ കനം കുറയുന്നതിനാണ് ഖഫീഫ് എന്ന് പറയുക. ഖഫീഫ് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാകുക, കനം കുറഞ്ഞതാവുക. അപ്പോൾ വലാ യസ്തഖിഫന്നകല്ലദീന ലാ യൂഖിനൂൻ, ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ താങ്കളെ കനം കുറക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വിശ്വാസമില്ലാതെ താങ്കൾ ആര് പറഞ്ഞാലും കേൾക്കുന്ന പിന്നാലെ ആര് പറഞ്ഞതിൻ്റെയും പിന്നാലെ പോകുന്ന ഒരു കനം കുറഞ്ഞ ആളാകാതിരിക്കട്ടെ എന്നുള്ള ആശയമാണ്. അതിനാണ് നമ്മൾ ചാഞ്ചല്യപ്പെടുത്താതിരിക്കട്ടെ. അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കാത്ത ആളുകൾ താങ്കളെ ചാഞ്ചല്യപ്പെടുത്താതിരിക്കട്ടെ. കാര്യങ്ങൾ നമുക്ക് ഇൽമും ഈമാനും ഇല്ലെങ്കിൽ, നമ്മളൊരു ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എല്ലാം കൂടി പറയുമ്പോൾ എന്നാൽ അതായിരിക്കും ശരി എന്ന് പറഞ്ഞാൽ കണ്ടുപോകും. ഒരു ഉറ്റ സുഹൃത്ത് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകും. ആർക്കും നമ്മളെ വഴിവെപ്പിക്കാൻ കഴിയും. ഇന്നത്തെ ഒരു കാലത്ത് അതാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നിച്ച് ഒരു കാര്യം കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനാണ് ശരി എന്നുള്ളിടത്ത് നമ്മൾ എത്തും. ശരിക്കുള്ള യഖീനും ഇൽമും ഈമാനും ഇല്ലെങ്കിൽ, അപ്പോൾ ജീവിതത്തിൽ നമ്മൾക്ക് കൃത്യമായ ഒരു ദൃഢതയും അറിവും ഈമാനും നമ്മൾ നേടിയാൽ ആരും നമ്മളെ ചാഞ്ചല്യപ്പെടുത്തുകയില്ല. ഫസ്ബിർ, താങ്കൾ ക്ഷമിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖുൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ കരാറ് സത്യമാണ്, നിങ്ങൾ ക്ഷമിച്ചോളി. വലാ യസ്തഖിഫന്നക, താങ്കളെ ചാഞ്ചല്യപ്പെടുത്താതിരിക്കട്ടെ, അല്ലെങ്കിൽ താങ്കളെ
നിലതെറ്റിക്കാതിരിക്കട്ടെ. അല്ലദീന ലാ യൂഖിനൂൻ, ദൃഢതയില്ലാത്ത ആളുകൾ, വിശ്വാസത്തിൽ ദൃഢതയില്ലാത്ത ആളുകൾ താങ്കളെ ചാഞ്ചല്യപ്പെടുത്താതിരിക്കട്ടെ. ഇതോടുകൂടി ഈ സൂറത്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടി നമുക്ക് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങളായിട്ടും അല്ലാതെയും പഠിപ്പിച്ചു തന്നു. അടുത്തത് സൂറത്തു ലുഖ്മാനാണ്. തുടർന്നു പോകുന്നതല്ലേ. ലുഖ്മാൻ എന്ന് പറഞ്ഞത് ഒരു മഹാനായ മനുഷ്യൻ്റെ പേരാണ്, ലുഖ്മാനുൽ ഹക്കീം. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നബിയല്ല എന്ന് ഉറപ്പാണ്, സാലിഹായ മനുഷ്യനായിരുന്നു എന്നും പിന്നെ കിട്ടിയിടത്തോളം ചരിത്രത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച സാലിഹായ നല്ല ഹക്കീമായ തത്വജ്ഞാനങ്ങൾ മാത്രം പറയുന്ന ഒരാളായിരുന്നു എന്നും ഈജിപ്തിൻ്റെ സുഡാനിൻ്റെ വടക്കു ഭാഗത്ത് ഈജിപ്തിൻ്റെ അതിർത്തി പ്രദേശം പങ്കിടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അത്ര കൃത്യമൊന്നുമല്ല. അറിയപ്പെട്ടിടത്തോളം ചരിത്രത്തിൽ സുഡാനിൻ്റെയും ഈജിപ്തിൻ്റെയും ആ അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് ജീവിച്ച ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വിശ്വസിച്ച ഒരു ആളായിരുന്നു ലുഖ്മാൻ എന്നാണ് പറയപ്പെടുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളാണ് ഇനിയുള്ള സൂറത്ത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.